ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ട്. +1 അലോട്ട്മെന്റിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാസം 25-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ എല്ലാം സെറ്റ് ആക്കി വെക്കുക. അതായത് ഇപ്പോൾ ആധാർ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ആധാറിൽ നിങ്ങളുടെ ആധാർ ഒന്നും അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ്സ്, TC, അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും, ഇനി SSLCന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജൂൺ മാസത്തിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ റിസൾട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള വേണ്ട നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറാക്കി വെക്കുക. ഇനി പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രീം, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് +1 എടുത്ത് പഠിക്കേണ്ടേ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഇപ്പം തന്നെ ആക്കി വെക്കുക. വേറൊരാളുടെ നിർബന്ധ പ്രകാരമല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ആ ഒരു സ്ട്രീം നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് പോയി വരാവുന്ന ദൂരത്തിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് എന്നുള്ളത് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, HS CAPൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിന്റെ ലിസ്റ്റും കോഴ്സസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ആ ഏത് കോഴ്സ് ഏത് സ്കൂളിലുണ്ട് എന്നുള്ളൊരു ലിസ്റ്റിൽ ഒരു ഐഡിയ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നിങ്ങൾ ചെന്ന് ഇപ്പോൾ അക്ഷയ സെന്ററിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിലാണോ നിങ്ങൾ സ്വന്തമായിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്തല്ല ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളും ലിസ്റ്റും നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു 50ഓളം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്കൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളിൽ, ആ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. നിങ്ങൾക്ക് ആ 2 സബ്ജക്റ്റും വേണം. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബയോ സയൻസിന് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, പിന്നെ അതേ സ്കൂളിൽ തന്നെ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ സ്കൂളുകളായിരിക്കില്ല നിങ്ങൾക്ക് ഓപ്ഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക ഈ സമയങ്ങളിൽ. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേറെ ജില്ലകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ജില്ലയിൽ ഒരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് വേറെ ജില്ലകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പാണല്ലോ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു മാർക്ക് എന്ത് ചെയ്യും? അപ്പോൾ മക്കളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കിൽ അവിടെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് എന്താവും, അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. ഇനി ആരെങ്കിലും ഫെയിൽ ആയി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ജൂണിലല്ലേ എക്സാം അപ്ലൈ ചെയ്യേണ്ടതും, എക്സാം റിസൾട്ടൊക്കെ ജൂൺ മാസത്തിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു അലോട്ട്മെന്റിന്റെ സമയത്ത്? അപ്പോൾ മക്കളും പേടിക്കേണ്ട, ജൂൺ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവിടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം കൃത്യമായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സെറ്റ് ആക്കി വെക്കുക. അതേപോലെ നിങ്ങൾക്ക് വേണ്ട സ്ട്രീം ഏതാ, സ്കൂള് പോകേണ്ട ലിസ്റ്റൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആരും ഈ കാര്യത്തിൽ പിശിക്കരുത്. നിങ്ങൾക്ക് പോയി വരാവുന്ന ദൂരത്തിലുള്ള അത്രയും ഡിസ്റ്റൻസിലുള്ള സ്കൂളുകളും കോഴ്സുകളും കൃത്യമായിട്ട് ചൂസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ ഒരു അലോട്ട്മെന്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമന്റ് ബോക്സിൽ ഇടുക. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ +1 അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഉടനെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.